വിപ്ലവത്തിന് ആഹ്വാനം ചെയ്ത് മാർപ്പാപ്പ അല്ലെങ്കിൽ മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത വിപ്ലവം. ആദ്യമേ പറയാം, ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ലയോ 14 പാപ്പ തൻ്റെ സന്ദേശത്തിൽ പങ്കുവെച്ച കുറച്ച് കാര്യങ്ങളാണ്. ഇതെല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ചിന്തയാണ്, ഒരു വിപ്ലവമാണ്. ജൂലൈ മാസം 13 തീയതി, അതായത് കഴിഞ്ഞ ഞായറാഴ്ച, ലയോ 14 പാപ്പ സാൻ തോമാസോ ദ വില്ലനോവ ഇടവക ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഈ ദേവാലയം നമുക്കറിയാം, പാപ്പയുടെ വേനൽക്കാല വസതി സ്ഥിതി ചെയ്യുന്ന കാസൽ ഗന്തോർഫോയിലെ ദേവാലയമാണ്. വിഷയത്തിലേക്ക് വരാം. നല്ല സമരിയാക്കാരൻ്റെ ഉപമയായിരുന്നു സുവിശേഷ ഭാഗം. ഈ ഉപമ മാർപ്പാപ്പ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഒരു വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയെയും അതുപോലെ ബെനഡിക്റ്റ് 16 പാപ്പയെയും ഒക്കെ മുൻനിർത്തി അവരുടെ വാക്കുകൾ ചേർത്ത് വെച്ച് മനസ്സിലാകും വിധത്തിൽ ലളിതമായി അതിമനോഹരമായിട്ടാണ് പാപ്പ തന്റെ സന്ദേശം പറഞ്ഞു വെക്കുന്നത്. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മനസാക്ഷിയെ ഉണർത്തുവാൻ തക്കവണ്ണം വെല്ലുവിളി ഉണർത്തുന്നതാണ് സമരിയാക്കാരൻ്റെ ഉപമ. അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ മനസാക്ഷി എന്ന വികാരമുണ്ട്. അത് ചിലർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നഷ്ടമായതാവാം, ഒരുപക്ഷെ ജീവിതത്തിൽ കിട്ടിയ തിരിച്ചടികളാൽ മനസ്സ് മങ്ങിപ്പോയതുമാവാം. പക്ഷേ ഏതൊരു മനുഷ്യന്റെയും ഉള്ളിന്റെ ഉള്ളിൽ മനസാക്ഷി എന്ന വികാരം ഉണ്ടാകും. ഇതിനെ പുറത്തു കൊണ്ടുവരുവാൻ, ഉണർത്തുവാനുള്ള ഒരു വെല്ലുവിളിയാണ് സമരിയാക്കാരൻ്റെ ഉപമ. യാത്രക്കിടയിൽ കവർച്ചക്കാരാൽ ആക്രമിക്കപ്പെട്ട് വഴിയരികിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ. ഒത്തിരി പേർ ആ വഴി കടന്നു പോവുകയാണ്. പലരും സമൂഹത്തിന്റെ വലിയ സ്ഥാനങ്ങളിലൊക്കെ ഉള്ളവരാണ്. അതിലൊരാൾ പുരോഹിതനാണ്, ഒരാൾ ലേവായനാണ്. പോണവരെല്ലാം ഈ മനുഷ്യനെ നോക്കുന്നുണ്ട്. പക്ഷേ ആരും ഒരു നോട്ടത്തിനപ്പുറം മുന്നോട്ട് വരാൻ തയ്യാറാകുന്നില്ല. പിന്നീട് ആ വഴി വന്ന ഒരു സമരിയാക്കാരൻ അയാളെ കണ്ടു മനസ്സലിഞ്ഞ് സഹായിക്കുകയാണ്, വേണ്ട ശുശ്രൂഷകൾ നൽകി കടന്നു പോവുകയാണ്. ഈ ഉപമ ദൈവിക അനുകമ്പ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു. ഇത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാർപ്പാപ്പ ഉപമയുടെ കേന്ദ്ര ചിന്തയായ അനുകമ്പയെ പറ്റി സംസാരിക്കുകയാണ്. വീണ് കിടക്കുന്നവനിൽ സമരിയാക്കാരൻ ഉറപ്പിച്ച ദൃഷ്ടികൾ, ആ നോട്ടമായിരുന്നു അനുകമ്പയുടെ ആദ്യ പടി. ആ നോട്ടം ഹൃദയത്തിൽ നിന്നും ഉത്ഭവിച്ചതായിരുന്നു. അതിനു മുമ്പ് പോയവർ നോക്കിയ പോലെയല്ല, അതിലൊരു വ്യതിരക്തത, ഒരു ഡിസ്റ്റിങ്റ്റീവ്നെസ് ഉണ്ടായിരുന്നു. നമ്മിൽ പലർക്കും ഈ കാലത്ത് നഷ്ടമാകുന്നതും ഈ നോട്ടമാണെന്ന് തോന്നുന്നു. നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുള്ളത് ഉപരിപ്ലവമായ കാഴ്ചയാണ്, അഥവാ സൂപ്പർഫിഷ്യൽ വ്യൂ ആണ്. ഇത്തരം കാഴ്ചകളുടെ പ്രത്യേകത നമുക്കറിയാം, അവയ്ക്കൊരു ആഴമുണ്ടാവില്ല. പുറമേ ഉള്ളവയെ മാത്രം കാണുന്ന കാഴ്ച, സാഹചര്യങ്ങളുടെ വെല്ലുവിളികളെ അവഗണിക്കുന്ന ഒരു കാഴ്ചയാണത്. ദൈവിക അനുകമ്പ കൂടിയാണ് ഈ ഉപമയിൽ വെളിപ്പെടുന്നത് എന്ന് ഓർമ്മിപ്പിച്ച മാർപ്പാപ്പ ഇത് മനുഷ്യർ പരസ്പരം സ്നേഹത്തോടെയും അനുകമ്പയോടെയും തുടരേണ്ടുന്നതിന്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തുന്നതാണെന്നും പറയുകയുണ്ടായി. നമ്മെ കണ്ടിട്ട് കടന്നു പോവാതെ ഹൃദയപൂർവ്വം വികാരത്തിന്റെയും അനുകമ്പയുടെയും അകമ്പടിയോടെ നമ്മുടെ ജീവിതാവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്നവനാണ് ദൈവമെന്നും പാപ്പ പറഞ്ഞു. മനുഷ്യരാശി തിന്മ നിറഞ്ഞതും മരണത്തിന്റെ ഭയം വിതയ്ക്കുന്നതുമായ അഗാധ ഗർത്തങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുമ്പോഴും ദൈവം അനുകമ്പയോടെ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നതും സ്നേഹത്തിന്റെയും കരുണയുടെയും എണ്ണ കൊണ്ട് നമ്മുടെ മുറിവുകൾ വെച്ച് കെട്ടാൻ മനസ്സ് കാണിച്ചതും പാപ്പ സന്ദേശത്തിൽ വിവരിച്ചു. അതുപോലെ നമ്മോടുള്ള പിതാവിന്റെ അനുകമ്പയാണ് യേശു എന്നുള്ള ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളും പാപ്പ എടുത്തു പറഞ്ഞു. ക്രിസ്തു കരുണയുള്ള ഒരു ദൈവത്തിന്റെ പ്രകടനമാണ്. ഒരുവൻ ക്രിസ്തുവിന്റെ അനുയായി ആവുക എന്നതിനർത്ഥം അവനെ പോലെ നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്താൻ അനുവദിക്കുക എന്നതാണെന്ന് പാപ്പ പറയുകയുണ്ടായി. നല്ല സമരിയാക്കാരൻ എന്ന നിലയിൽ ദൈവം നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുവെന്ന് നമ്മുടെ ജീവിതത്തിന്റെ ആഴങ്ങളിൽ നാം കണ്ടെത്തുകയാണെങ്കിൽ നാമും അതേ വിധത്തിൽ സ്നേഹിക്കാൻ പ്രേരിതരാവുകയും അനുകമ്പയുള്ളവരായി തീരുകയും ചെയ്യുമെന്നും ഇതാണ് സ്നേഹത്തിന്റെ വിപ്ലവമെന്നും പാപ്പ എടുത്തു പറഞ്ഞു. അപരിചിതനായ സമരിയാക്കാരൻ തന്നെ തന്നെ ഒരു അയൽക്കാരനാക്കിയതുപോലെ എൻ്റെ ആന്തരിക അവസ്ഥയിൽ നിന്നും ആരംഭിച്ച് ഞാനൊരു അയൽക്കാരനാവാൻ പഠിക്കണമെന്നും മറ്റുള്ളവരുടെ ആവശ്യത്തിന് മുന്നിൽ സ്വയം അസ്വസ്ഥനാകാൻ മനസ്സ് തുറന്നിരിക്കുന്ന ഒരു വ്യക്തിയാകണമെന്നുമുള്ള ബെനഡിക്റ്റ് 16 പാപ്പയുടെ വാക്കുകളും പരിശുദ്ധ പിതാവ് അടിവരയിട്ടു. മാർപ്പാപ്പ പങ്കുവെച്ച ഈ വിപ്ലവം, സ്നേഹത്തിന്റെ വിപ്ലവം, ലോകത്ത് പൊട്ടിപ്പുറപ്പെട്ടാൽ ലോകം എത്ര സമാധാനപൂർണ്ണമാകുമായിരുന്നു. നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്ത് വിശ്വാസവുമായിക്കൊള്ളട്ടെ, പക്ഷേ സ്നേഹം എന്ന വിപ്ലവം ഉണ്ടെങ്കിലേ മനുഷ്യൻ എന്ന അർത്ഥം പൂർണ്ണമാവുകയുള്ളൂ, അവരനെ ഹൃദയം കൊണ്ട് നോക്കാനാവുകയുള്ളൂ. നമ്മുടെ നോട്ടങ്ങൾ എപ്പോഴും ഹൃദയത്തിൽ നിന്നായാൽ സ്നേഹത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കാൻ നമുക്കും സാധിക്കും. നല്ല അയൽക്കാരനാകാൻ നമുക്കും കഴിയും. അതിന് കഴിയട്ടെ.